പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. അന്നൊരിക്കൽ ദൈവവാക്കു ധിക്കരിച്ചൊരാൾ കപ്പലേറി സഞ്ചരിച്ചു തർസീസ് കടലിൽ. അന്നൊരിക്കൽ ദൈവവാക്കു ധിക്കരിച്ചൊരാൾ കപ്പലേറി സഞ്ചരിച്ചു തർസീസ് കടലിൽ. കാറ്റടിച്ചു കടലിരമ്പി ശാപ കാരണം ദൈവവാക്കു ധിക്കരിച്ച യോന എന്നയാൾ. കാറ്റടിച്ചു കടലിരമ്പി ശാപ കാരണം ദൈവവാക്കു ധിക്കരിച്ച യോന എന്നയാൾ. തിരിച്ചറിഞ്ഞു യോനയെ എടുത്തെറിഞ്ഞവർ, തിരിച്ചറിഞ്ഞു യോനയെ എടുത്തെറിഞ്ഞവർ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിൽ വീണ ഇരയെ തിന്നുവാൻ തിമിംഗലം കുതിച്ചു പാഞ്ഞടുത്തുടൻ വിഴുങ്ങി യോനയെ. കടലിൽ വീണ ഇരയെ തിന്നുവാൻ തിമിംഗലം കുതിച്ചു പാഞ്ഞടുത്തുടൻ വിഴുങ്ങി യോനയെ. 3 നാൾ വയറ്റിനുള്ളിൽ പാർത്ത യോനയെ പുറന്തള്ളി തിമിംഗലം നിനവെ തീരത്ത്. 3 നാൾ വയറ്റിനുള്ളിൽ പാർത്ത യോനയെ പുറന്തള്ളി തിമിംഗലം നിനവെ തീരത്ത്. ദൈവമാഗ്രഹിച്ച നാട്ടിൽ യോനയെത്തിയേ, ദൈവമാഗ്രഹിച്ച നാട്ടിൽ യോനയെത്തിയേ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മരിയ മെൽവിൻ മാനാടൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാലോൺ ടെലിവിഷനും ജീസസ് യൂത്ത് കെയറോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കാണാനും മറക്കരുതേ. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. സോ ലെറ്റ്സ് വാച്ച് കിഡ്സ് വൈബ്സ്. ജയിച്ചുടാ. അടുത്ത ഏത് ഗെയിം കളിക്കണേ? എടാ ഞാൻ ജയിച്ചു. അടുത്ത ഏത് ഗെയിം കളിക്കണേ? എന്റെ കാറിന്റെ ഒരു ഗെയിമാ ബ്രോ. സെറ്റ് ഗെയിം. ജയിച്ചു. ജയിച്ചു. എന്ത് സിമ്പിൾ കളിയാണ്. സിമ്പിൾ അല്ല ഇത്, ഭയങ്കര ഹാർഡാ. ഇത്രയും നേരം ജയിച്ചോണ്ടിരുന്നാണെന്ന് നോക്കടാ, തോറ്റുപോയി. ഞാനിതുവരെ തോറ്റിട്ടില്ല, ഞാൻ ഫുള്ള് ജയിക്കല് മാത്രമേ ഉള്ളൂ. ഞാനെന്താ സ്റ്റക്കായി ഞാൻ കേട്ടായിരുന്നല്ലോ തോറ്റെന്ന്. ഈ ലെവല് ജയിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പേര് മാറ്റും. പറ്റും. ആരൊക്കെയോ പോണടാ. എടാ ഞാൻ ജയിച്ച്, ഒരു വട്ടം ഞാൻ ജയിച്ചു. സെറ്റ്. ഹെഡ് ഷോട്ട്. ഹലോ, ഇവിടെ ആൾക്കാർ വന്ന വല്ല അറിയണ്ടാ? എന്താ പരിപാടി? ഗെയിം കളിക്കാം. എല്ലാരും ഗെയിം കളിക്കാ? ഒരേ ഗെയിമാണോ? അല്ലല്ല, വേറെ വേറെ. ഹലോ, അതൊന്ന് താഴെ വെക്കട. ഒരാള് വന്ന ഒരു മിനിമം മര്യാദ വേണ്ടേ? ഇവിടെ വെച്ച് എല്ലാരും ഫോണൊന്ന്.
ഞാനിപ്പോ ചാവും. ആ ഞാനിപ്പോ ചാവും കൊല്ലൽ ഇതൊക്കെയാണോ മൊബൈലിൽ കളിക്കണേ? അല്ല ഞാനതില്ല. നീ ഏതാ കളിച്ചേ? ഞാൻ കാർ. നീയോ? ഇത് ഓഫായിട്ടില്ലല്ലോ. നിങ്ങൾ 3 പേരുണ്ടാ? നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷ വർത്താനം പറയാനുണ്ടാ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. ഒരാളും മിണ്ടാണ്ട് മൊബൈലിൽ. ഞാനിവിടെ വന്നത് ആരൊക്കെ അറിഞ്ഞ്? ഞാൻ അറിഞ്ഞു. എന്നിട്ട് നീ തലപൊക്കി അല്ല, നോക്കിയാ? ഇവിടെ ഒന്ന് സംസാരിച്ചു പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ വീട്ടിൽ കള്ളം കയറി നിങ്ങൾ അറിയോ? അതിനെ വീട് പൂട്ടിയിടും. ഇത് തുറന്നല്ലേ കിടക്കണത്? അത് ഞങ്ങള് നമ്മൾ ഈ മൊബൈല് ഗെയിം അഡിക്ഷൻ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചുറ്റും നടക്കണ ഒരു കാര്യവും നിങ്ങൾ അറിയില്ല. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിക്കണവരല്ലേ? ഈ മിടുക്കന്മാരല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ഇപ്പൊ 2024 ഓക്സ്ഫോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ടൊരു വേർഡ് സെലക്ട് ചെയ്തു. അതേതാണെന്നറിയോ? വേർഡ് ഓഫ് ദി ഇയർ. നിങ്ങൾ എപ്പോഴും ഇതിലിരിക്കണല്ലേ, ഇതൊക്കെ സെർച്ച് ചെയ്യണ്ടേ? ഈ ഗെയിം മാത്രം കളിച്ചാൽ മതിയോ? ആ വേർഡാണ് ബ്രെയിൻ റോട്ട്. എന്താണ് റോട്ട് എന്ന് പറഞ്ഞാൽ? എന്താ? ചീഞ്ഞു പോവുക. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. റോട്ട് എന്ന് പറഞ്ഞാൽ ഡീകേ സംഭവിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിനിന് ബ്രെയിൻ ചീഞ്ഞു പോവുക. അതാണ് ഓക്സ്ഫോർഡ് 2024 വേർഡായിട്ട് തിരഞ്ഞെടുത്തത്. അതിന്റെ റീസൺ എന്താണെന്നറിയോ? ലോകത്ത് എന്തോരം വാക്കുണ്ട്, പിന്നെ ഈ ഒരു വാക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം അറിയില്ല. ചീഞ്ഞു പോവാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? നിങ്ങൾ എഗ്ഗൊക്കെ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ടോ? റോട്ടൻ എഗ്ഗ് ഭയങ്കര സ്മെല്ലായിരിക്കില്ലേ? നമ്മൾ ആരെങ്കിലും അത് ഉപയോഗിക്കുമോ? ഇല്ല. അപ്പം ചീഞ്ഞ ഒരു സാധനവും ആർക്കും വേണ്ട. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിന് ഡീകേ സംഭവിച്ചാലും, ബ്രെയിൻ റോട്ട് സംഭവിച്ചാലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പ്രയോജനമില്ല നമ്മുടെ ബ്രെയിൻ കൊണ്ട്. നമ്മൾ മൊത്തം നമ്മുടെ ബോഡിയെ, നമ്മുടെ സിസ്റ്റത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ അല്ലേ? അതിന് മൊത്തം ഒരു ഡീകേ സംഭവിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ കാരണം ഓവർ സോഷ്യൽ മീഡിയ കണ്ടന്റ്, അൺഹെൽത്തി ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉപയോഗിച്ചിട്ട്, ഇതുപോലെയുള്ള ഗെയിം, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ റീൽസ്, ആവശ്യമില്ലാത്ത കുറേ സാധനം നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ കേട് സംഭവിക്കുന്നത്. അതുപോലെ ഈ മീഡിയയ്ക്ക് നിങ്ങൾ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് പണി ചെയ്യുമ്പോഴും മൊബൈൽ എടുക്കണം, ലാപ്ടോപ്പ് എടുക്കണം, അതിനെന്തൊക്കെ കള്ളത്തരം കാണിക്കാം, ഈ ഒരു ചിന്ത മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ് പോവും, നിങ്ങളുടെ ഓർമ്മശക്തി പോവും, അങ്ങനെ നിങ്ങളുടെ എല്ലാ കപ്പാസിറ്റിയും, ഇമാജിനേഷൻ പവർ പോവും. അങ്ങനെ കുറേ ദോഷങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. അവസാനം നിങ്ങൾക്ക് ഡിപ്രഷൻ വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന സാധനമാണ് ഈ മൊബൈൽ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ. അത് ഇങ്ങനെ അഡിക്റ്റായി നമ്മുടെ ബ്രെയിൻ കേടുവരും. അതാണ് ബ്രെയിൻ ഡീകേ സംഭവിക്കും എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു ടൈം, നമുക്കിതൊക്കെ ഉപയോഗിക്കണം, ഒരു ലിമിറ്റഡ് ടൈം, ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. അതിൽ കൂടുതലായ എന്ത് സംഭവിക്കും? ബ്രെയിൻ റോട്ടാവും. കണ്ണിനെ ബാധിക്കും, നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും, നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കും. ഇപ്പോൾ ഒരു പുതിയ രോഗം, നിങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഓട്ടിസം ബാധിച്ച ആളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ പുതിയതായിട്ടുണ്ടായ ഒരു രോഗമാണ് ഓട്ടിസം. പുതുതായിട്ടുണ്ടായ രോഗമല്ല ഓട്ടിസം, പണ്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ടുണ്ടായ ഓട്ടിസമാണ് ഡിജിറ്റൽ ഓട്ടിസം, വിർച്വൽ ഓട്ടിസം എന്നൊക്കെ പറയുന്നത്. അത് ഇങ്ങനെ ഈ 2 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടിസം പോലെയാവും. നമുക്ക് ചിലപ്പോൾ സംസാരിക്കാനും നമ്മുടെ എല്ലാ കപ്പാസിറ്റിയും, നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ എല്ലാ, നിങ്ങളിപ്പോൾ നല്ല മിടുക്കന്മാരല്ലേ, നിങ്ങളുടെ ഈ എല്ലാ കപ്പാസിറ്റിയും പോകും. അതാണ് വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന സാധനം. ഇപ്പം നോർമൽ ഓട്ടിസം ആണെങ്കിൽ നമ്മൾ പാരൻസിനും കുട്ടികൾക്കും ഒക്കെ സ്പെഷ്യൽ ട്രെയിനിങ്ങും സ്പെഷ്യൽ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവരൊരു നോർമലാക്കും. അവരെങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ അവരെ, സ്കൂളിലൊക്കെ അവരെങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാം, അതൊക്കെ നമ്മളങ്ങനെ ട്രെയിൻ ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ വിർച്വൽ ഓട്ടിസം വന്ന ആൾക്ക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കോളജിസ്റ്റുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ അതെങ്ങനെ, ഈ ഓട്ടിസം വരുന്നത് നിങ്ങളെപ്പോലെയുള്ള സാധാ കുട്ടികൾക്ക് ബാധിക്കുന്നതാണ്. ബൈ ബർത്ത് സാധാരണ ഓട്ടിസം ഉണ്ടാകുന്ന പോലെയല്ല, മീഡിയ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഡിജിറ്റൽ ഓട്ടിസം അല്ലെങ്കിൽ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന പുതിയ രോഗം. അപ്പം ഇതിലേക്കൊക്കെ നമ്മൾ പോണോ? പോയി ഇങ്ങനെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ആയി കിടക്കണോ? വേണ്ടെങ്കിൽ എന്ത് വേണ്ടാന്ന് വെക്കണം? മൊബൈല്, ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, TV ഇതെല്ലാം നിങ്ങൾ കുറയ്ക്കുക.
അങ്ങനത്തെ എല്ലാ യന്ത്രങ്ങളും ഗാഡ്ജറ്റ്സും ഒക്കെ ഉപയോഗം കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചെടി നനയ്ക്കാം, ലവ് ബേർഡ്സിനെ വളർത്താം, പെറ്റ്സിനെ വളർത്താം, അല്ലേ? അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, വായിക്കാം. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ 3 പേര് ഇവിടെ ഇരുന്ന് കളിച്ചില്ലേ മൊബൈലിൽ, അതിന് പകരം നിങ്ങൾ ഓഡിയോ ചാടിയോ ഒക്കെ കളിച്ചാൽ നിങ്ങളുടെ ബുദ്ധിയും ശരീരവും ഒക്കെ നല്ല ഹെൽത്തി ആവും. അപ്പോൾ ഓക്കെ, സെറ്റല്ലേ? ഇനി മൊബൈൽ എടുത്ത് ഇങ്ങനെ കളിച്ചിരിക്കുവോ? ഇല്ല. അപ്പോൾ നല്ല മിടുക്കന്മാരായിട്ട് നമ്മുടെ ബുദ്ധി എങ്ങനെയാവണം? ബ്രെയിൻ റോട്ട് സംഭവിക്കണം നമുക്ക്. വേണ്ട. ഡീൽ? ഡീൽ. ഓക്കെ. നമ്മുടെ കിഡ്സ് വൈബ്സ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കൂട്ടുകാർ നല്ലോണം പെർഫോം ചെയ്തല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് സിറ്റിയിലോട്ട് പോവാം. എന്താണെന്ന് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് സിറ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വോൾ ഹാങ്ങറാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് വേണം. ബേസിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം. അതുപോലെ ഐസ്ക്രീം സ്റ്റിക്സ്, ചെറിയ ഫ്ലവേഴ്സ്, ഇത് റിബണും കൊണ്ടുള്ള ഫ്ലവേഴ്സ് ആണ്, സ്കെച്ച് പെൻ, ഗ്ലൂ ഗൺ, ഫെവിക്കോൾ, സിസേഴ്സ്, അതുപോലെ ഒരു A4 സൈസ് ഷീറ്റ്. ഫസ്റ്റ്ലി ഈ ബേസ് എടുത്തിട്ട് നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഐസ്ക്രീം സ്റ്റിക്സ് സ്റ്റിക്ക് ചെയ്യുമ്പം ഈ ഫ്രെയിമിൽ ഒതുങ്ങുന്ന പോലെ വെച്ച് വേണം സ്റ്റിക്ക് ചെയ്യാൻ. ഈ ബേസിന് നമുക്ക് വേണമെങ്കിൽ കേക്ക് ട്രേ, അതുപോലെ കാർഡ്ബോർഡ്, അങ്ങനെ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടാണ് എടുത്തേക്കുന്നത്. കെയർഫുള്ളി ഓരോ ഐസ്ക്രീം സ്റ്റിക്സും വെച്ച് കൊടുക്കണം. ഈ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്സ് ഒന്നും പ്രശ്നമില്ല, അത് അവസാനം ഫില്ല് ചെയ്യാനുള്ളതാണ്. ഹൊറിസോണ്ടലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്ക് വെർട്ടിക്കലിയും സ്റ്റിക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടലി വെച്ച് കഴിഞ്ഞു. ഇനി വെർട്ടിക്കലി സ്റ്റിക്ക് ചെയ്യാം. വെർട്ടിക്കലി സ്റ്റിക്ക് ചെയ്യുമ്പം ഫുള്ള് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സൈഡിൽ ഒരു 3-4 എണ്ണം വെച്ച് കൊടുത്താൽ മതി, 2 സൈഡിലുമായിട്ട്. ഇതും ഫ്രെയിമിൽ ഒതുങ്ങുന്ന പോലെ തന്നെ വേണം വെച്ച് കൊടുക്കാൻ. ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലും അതേപോലെ തന്നെ. ഇനി നമുക്ക് ഈ എംപ്റ്റി ആയിട്ട് കവർ ആകാത്ത സ്പേസിൽ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റിബണും കൊണ്ടുണ്ടാക്കിയ ചെറിയ ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. നിങ്ങളുടെ ചോയ്സിലുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം ബ്ലൂ, ഓറഞ്ച്, യെല്ലോ കളേഴ്സൊക്കെയാണുള്ളത്. രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി 2 സൈഡിലും കൂടെ ഒട്ടിക്കാനും ഉണ്ട്. ഇനി ലാസ്റ്റ്ലി ഇതിൻ്റെ ബേസും കൂടെ ചെയ്യാനുണ്ട്.
നമ്മുടെ വാൾ ഹാങ്ങർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കിപ്പം റൈറ്റിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിത് ഡോറിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊരു വെൽക്കം ബോർഡ് പോലെ ഒരു വെൽക്കം സൈൻ ഉണ്ടാക്കി എഴുതാൻ പോവാണ്. ഞാൻ വയലറ്റ് സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഈ ഏകദേശം ഈ വെൽക്കം എന്ന് എഴുതിയേക്കുന്നത് ട്രേസ് ചെയ്ത് തന്നെയാണ് വെട്ടാൻ പോകുന്നത്. മാക്സിമം പറ്റുന്ന പോലെ ട്രേസ് ചെയ്യുക. വെൽക്കം ബോർഡ് തന്നെ ആക്കണമെന്നില്ല, നമുക്കിഷ്ടമുള്ള പോലെ എന്ത് വേണേലും എഴുതാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് വെക്കാം. So that is it. Our wall hanger is ready. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ത്രെഡൊക്കെ ഫിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അല്ലേ? ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയ ക്രാഫ്റ്റുമായിട്ട് കാണാം. അതുവരെ ബൈ. എന്ത് ക്യൂട്ടായിട്ടാണല്ലേ ചേച്ചി ഓരോ ക്രാഫ്റ്റും ചെയ്യുന്നത്. നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമുള്ള സെഗ്മെൻറ്റിലേക്ക് പോകാം. സോ ലെറ്റ്സ് സോൾവ് ദ പസിൽ. ട്രിപ്പിന് ബാഗൊക്കെ പാക്ക് ചെയ്തോ? തുടങ്ങണം. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡ്രസ്സിന്റെ എണ്ണം കുറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ട് എടുക്കാണ്ട് മറന്നിട്ട്. ഞങ്ങള് ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്തു ട്രിപ്പിനെ? ഇല്ലില്ല, ഞാൻ മിക്കാറുണ്ടാവില്ല. അതെന്താ ട്രിപ്പിനില്ലാത്ത? ഒരാണ്ടുണ്ട് ഫാമിലി തന്നെ ഉള്ള. ഞങ്ങൾ അങ്ങോട്ട് ഇട്ടു. അല്ല, ഇനി കൊറേ അതായത് ഒന്നാമത്തെ ആണ്ടോലാണോ ഇത്? ഇല്ലില്ല, ഇപ്പോ 2-3 വർഷമായി. 2-3 അല്ലേ? എടാ വലിയ 7-30 ആണെങ്കിൽ പിന്നെയും കൊള്ളാം. ആദ്യത്തെ ആണ്ടാണെങ്കിൽ പിന്നെ ഇത്രയും കൊല്ലമില്ലേ. എന്നാലും ഫാമിലി ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവാ. അപ്പോ അതേത് മെൽവി ഇപ്പൊ ഉണ്ടല്ലോ നമ്മള് ഒരു ട്രിപ്പിന് പോണ്, നമ്മള് സന്തോഷിക്കാണ്ടല്ലേ പോണത്. അപ്പൊ രണ്ടിന്റെ പേരും പറഞ്ഞ് നമ്മളത് ക്യാൻസൽ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ട്രിപ്പ് ഒരു പ്രാവശ്യം വരുള്ളൂ, ആണ്ട് ഇനി വരും, അടുത്ത കൊല്ലം ഇനി ആണ്ട് വരും. എന്നാലും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീട്ടിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു പ്രോഗ്രാം മീൻസ് ആ ഒരു ഇതിനുണ്ടാവും എന്നുള്ളത് നമ്മുടെ ഒരു മീൻസ് ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോ വേണമെങ്കിലും ചില്ല് ചെയ്യാം. പക്ഷെ എന്നാലും അതിപ്പോ പ്രാർത്ഥിക്കാണ്ടാണെങ്കിൽ അന്ന് കൊറേ പ്രാർത്ഥിച്ചല്ലേ. ഇപ്പൊ ഒന്നാമത്തെ ആണ്ട് ഒരു കൊല്ലം പ്രാർത്ഥിച്ചല്ലേ. ഒരു കൊല്ലം പ്രാർത്ഥിച്ചു, പക്ഷെ ഇന്നത്തെ ആ ഒരു ദിവസം പ്രാർത്ഥിക്കണ്ടേ? അതെ, അതിനൊരു പ്രത്യേകത ഉണ്ടാവില്ല. ആ ഒരു ഡേ ആണല്ലോ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ്. എനിക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, നാളെ പ്രാർത്ഥിക്കാം. ട്രിപ്പിന്റെ അന്ന് തന്നെ പോയി പ്രാർത്ഥിക്കണം നിർബന്ധമില്ലല്ലോ. അതിന്റെ അടുത്ത ദിവസം പ്രാർത്ഥിച്ചോ, അതിന്റെ മുമ്പത്തെ ദിവസം പ്രാർത്ഥിച്ചോ? അതായാലും മീൻസ് നമ്മൾ ഒരു ഫാമിലി ഒരാൾക്ക് വേണ്ടിട്ട് അത്രയും പേർ വരുന്നത് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോ അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ 7, 30, 40 ഓക്കെ എല്ലാ വർഷവും അച്ഛനല്ലേ വരണേ? ആ ശരിയാണല്ലോ. അച്ഛാ ഹലോ, നമുക്ക് ഈ കാര്യം അച്ഛനോട് ചോദിക്കാം. അച്ഛൻ കറക്റ്റ് സമയത്താണ് വന്നത്. ഞങ്ങള് ചെറിയൊരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ കറക്റ്റ് സമയം? ഞങ്ങളെ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിരുന്നു. അത് ഞങ്ങളുടെ ട്രിപ്പ് അയച്ചാ ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ മെൽവി അന്നൊരാണ്ടുണ്ടെന്ന്.
ആ ആണ്ടാണ്ടാടാ വീട്ടിലെ ഫാമിലി തന്നെയുള്ള. ഓക്കെ. ആ ഇപ്പൊ എന്താ പ്രശ്നമായി? അപ്പൊ ഞങ്ങളിങ്ങനെ പറയണിരുന്നു, അതായത് ആണ്ട് ഇത്രയും കൊല്ലമായല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും മരിച്ചവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചാ മതിയല്ലോ. അപ്പൊ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം പോകാൻ പറ്റണതല്ലേ. അപ്പൊ ആണ്ടിന് പോണേക്കാളും ട്രിപ്പിന് വരുന്നതാണ് നല്ലത്. പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഒരു ഡൗട്ടില്ല. 7-നും 30-നും 40-നും എല്ലാ ആണ്ടിനും ഒക്കെ എത്ര വർഷം ഇങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ച് ഇരിക്കായിരുന്നു. കറക്റ്റ് സമയം അയച്ചമെന്ന്. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണ്ടെന്നാണ് നിങ്ങൾ പറയണേ? അല്ല, നമ്മള് ഇപ്പൊ 30 പിന്നെ ഒരു 1-ാമത്തെ ആണ്ട്, അപ്പൊ ഇത്ര നാൾക്ക് നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ. ആ സമയത്തോടെയൊക്കെ ചിലപ്പോ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു സമയത്തിന്റെ എത്തിക്കോളൂ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അറിയാമേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ ആണ്ട് എന്നൊക്കെ പറയുന്നത് ഓർമ്മദിനം, ചരമവാർഷികം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ദിനോ അല്ലേ? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആരെ പ്രാർത്ഥിക്കുക? അപ്പോൾ നമ്മള് നമ്മുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചു പോയതിനു ശേഷം നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടി എവിടെയാ പോകുന്നത്? ശുദ്ധീകരണ സ്ഥലത്തേക്കാ പോകുന്നത് അല്ലേ? ശുദ്ധീകരണ സ്ഥലത്തേക്ക് കടക്കുന്ന ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ ആവശ്യമാണ്. കാരണം നമ്മൾ എത്രത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, എത്ര തീവ്രമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, അതനുസരിച്ചാണ് അവര് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനക്ക് അവിടെ വിലയുണ്ടോ? വിലയില്ലേ? വിലയുണ്ട്. അപ്പൊ എപ്പോഴൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, ഏതൊക്കെ കുർബാനയിൽ അവരെ സമർപ്പിച്ച് അവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അപ്പോഴെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അവര് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ഗുണം നമുക്ക് ഉണ്ട്. എന്താണെന്നറിയോ? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല് അവര് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ അവര് നമ്മളോട് നന്ദിയുള്ളവരായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുമ്പോൾ അത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുമ്പോൾ അവര് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാം. ഇല്ലേ? അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ് സ്വർഗത്തിലായിരിക്കും. അതായത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവന് പ്രയോറിറ്റി എന്താ? ടൂറാണോ അല്ലെങ്കിൽ ആണ്ടാണോ? ആണ്ട്. അത്രേ ഉള്ളൂ. അതിന് സംശയമൊന്നും വേണ്ട. അല്ല, അപ്പൊ അതേതുണ്ടല്ലോ, ഇപ്പൊ 2-3 കൊല്ലമൊക്കെ ഇല്ലേ, അപ്പൊ ഇതിനോടകം ഇത്രയും പ്രാർത്ഥിച്ച് ഇപ്പൊ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. അന്നെന്താ നിനക്ക് ഉറപ്പ്? അത് നമ്മുടെ കയ്യിലെല്ലാം അറിയാമേ. നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ടൈമല്ല ദൈവത്തിന്റെ കാൽക്കുലേഷൻ. മനസ്സിലായോ? അപ്പൊ എത്ര നാൾക്ക് അതെങ്ങനെ അതിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഊഹമുണ്ടോ? ഒരു ഊഹവുമില്ല. കാരണം ഒരിക്കലും നമുക്ക് നമ്മളുടെ മാനുഷികമായിട്ടുള്ള ചിന്ത വെച്ച് അളക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. അത് ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനുമാണ്. ദൈവത്തിന്റെ ഇതനുസരിച്ചാണ് അത് പോകുന്നത്. അതായത് ഒരാള് ഇത്ര നാള് മരിച്ചതിന് ശേഷം ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണമെന്നുണ്ടാവും. അത് എത്ര നാളാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അത്രയും നാള് അത് കുറയാൻ വേണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അതേ നമുക്ക് പറ്റുള്ളൂ. നമ്മള് പ്രാർത്ഥിക്കുമ്പോ അപ്പൊ ഇവര് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സമയം കുറയും. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ മരിച്ചു. ഓക്കെ, സങ്കല്പിക്കാം. ഞാൻ മരിച്ചു. എന്തായാലും സ്വർഗത്തിലേക്ക് നേരെ എടുക്കപ്പെടാനുള്ള വിശുദ്ധി എന്ന് എനിക്ക് എന്താ? എന്തായാലും ശുദ്ധീകരണ സ്ഥലത്ത് നരകത്തിൽ പോകൂല, ഉറപ്പാണ്. പക്ഷെ എന്നാലും ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? ശുദ്ധീകരണ സ്ഥലത്ത് എന്റെ ആത്മാവ് കിടക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത പാപങ്ങളുടെ കാഠിന്യം അല്ലെങ്കിൽ എന്നിലുള്ള പാപക്കറകൾ ഉള്ളിലുണ്ടാവുമല്ലോ. ഓക്കെ, ആ ഇതനുസരിച്ച് ചിലപ്പോ സപ്പോസ് എനിക്ക് ലഭിക്കുന്നത് നമ്മളുടെ മൈൻഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ചിലപ്പോ എനിക്ക് 10 വർഷമായിരിക്കും. ഈ 10 വർഷം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ കോട്ട് ചെയ്യണാണ്, നിനക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, 10 വർഷമാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കിടക്കേണ്ട എത്ര വർഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത്? 10 വർഷം ഞാൻ കിടക്കണം. അപ്പോഴാണ് മറിയേം ജോഷിനെയൊക്കെ എന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്, അയ്യോ നമ്മുടെ വലിയച്ഛൻ എന്ത് പാവമായിരുന്നു, ഇപ്പൊ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുള്ളൂ, അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കാം. എന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ചിലപ്പോ ഓരോ മാസം വെച്ച് കുറയാം, അല്ലെങ്കിൽ ഓരോ വർഷം വെച്ച് കുറയാം. ഓക്കെ,
അങ്ങനെ കുറഞ്ഞ് ചിലപ്പോൾ 10 വർഷം കൊണ്ട് അനുഭവിക്കേണ്ട ചിലപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ തീവ്രമായ വിശ്വാസമായ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. അത് നമ്മുടെ കയ്യിലല്ല. ഓക്കെ, അത് എത്ര നാളാ എങ്ങനെയാണ് അതിന്റെ ഡ്യൂറേഷൻ ഒന്നും നമുക്കറിയില്ല. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ അച്ഛാ, ഇത് ഈ മരിച്ചവരുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്ക് അതിനോട് ബന്ധപ്പെട്ട് എനിക്ക് വീണ്ടും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഈ ദണ്ഡവിമോചനത്തിന്റെ കാര്യം പറയണത്. അപ്പൊ ഈ നമ്മള് മരിച്ചു കഴിയുമ്പോൾ നമുക്കതിന് മുൻകൂറായിട്ട് ഇത്ര, അപ്പൊ ഈ ഒരു സ്ഥലത്ത് പോയാൽ 50 കൊല്ലത്തേക്ക് കുറച്ച് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താണ് ദണ്ഡവിമോചനം? പാപങ്ങളുടെ കടങ്ങൾ മായ്ച്ചു. സെയിം സാധനം തന്നെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജീവിച്ചിരുന്ന സമയത്ത് ലോകത്ത് ആരെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദണ്ഡവിമോചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യവും മരിച്ചതിന് ശേഷം ശുദ്ധീകരണ സ്ഥലത്തെ ആ ഒരു ഡ്യൂറേഷൻ കുറക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആ അത് കുറക്കാനായിട്ടുള്ള ആ ഒരു അത് ഇതുണ്ട്. എപ്പോഴും നമുക്ക് ലഭിക്കില്ല. പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്ത് അത് പാലിച്ചാൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ദണ്ഡവിമോചനം ലഭിക്കുള്ളൂ. അപ്പൊ ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്തുമോ? പോകാതിരിക്കാം. അല്ലെങ്കിൽ പിന്നെ പൂർണ്ണ ദണ്ഡവിമോചനം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാനത് എവിടെയോ വായിച്ച് ഏതൊരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ലേ പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ട്. പക്ഷെ അതിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇന്നതുപോലെ ചില പള്ളികൾ പോയി സന്ദർശിക്കാന്നായിരിക്കാം, സെലക്ടഡ് ആയിട്ടുള്ള ബസിലിക്ക ആയിരിക്കാം. ഓക്കെ, നമ്മളുടെ ഈ ഇപ്പോഴത്തെ ജൂബിലി വർഷത്തിൽ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് 2025 ജൂബിലി വർഷം. ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ട്. വെറുതെ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കില്ല. പക്ഷെ അത് പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പാലിച്ചാല് ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും. അതാണ് സഭയുടെ വിശ്വാസം. അപ്പൊ ഈ ദണ്ഡവിമോചനം അൺലോക്ക് ആയോ നമുക്ക് എങ്ങനെ അറിയാനായിട്ട്? ചെയ്യേണ്ട കാര്യം നീ കറക്റ്റ് ആയിട്ട് ചെയ്യാ, വിശുദ്ധിയിൽ ജീവിക്കുക, വേറെ ഒന്നും നീ ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ. ദണ്ഡവിമോചനം ചെയ്യേണ്ട കണ്ടീഷൻസ് പാലിക്കുക, ബാക്കി റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുക. നല്ല മനുഷ്യ സ്ത്രീ ആയിട്ട് നീ ജീവിച്ചാ അറിയാമേ നീ നേരെ സ്വർഗത്തിൽ പോകും. അപ്പൊ ട്രിപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി. നിന്റെ സംശയം അറിയില്ലേ? അപ്പൊ പ്രയോറിറ്റി ഓക്കെ. അപ്പൊ അച്ഛനിപ്പോ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും തിരക്കിന് പോവായിരുന്നു? കുർബാന കഴിഞ്ഞ് വരുന്ന വഴിയാ, അപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. എന്തായാലും കൊള്ളാം, സംശയം കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തി. അതെ, സത്യമായിട്ടും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ കാട് കയറി പാവം വെല്ലി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കും. എനിക്ക് ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട്. എന്തായാലും ഇനി സംശയമായിട്ട് നിങ്ങൾ വരുന്ന എനിക്കറിയാം. ഓൾവേസ് വില്യച്ചൻ ഈസ് അവൈലബിൾ. ഓക്കെ, അപ്പൊ സീ യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. താങ്ക് യു അച്ഛൻ. നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സംശയമൊക്കെ മാറിയല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കില്ലേ? സോ ബൈ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്ന്